ഓസ്കർ നിശ കൂടി കഴിഞ്ഞിരിക്കുന്നു. വാർണർ ബ്രദേഴ്സിന് ഇന്ന് കിട്ടിയത് 11 ഓസ്കറുകളാണ്. പാരമൗണ്ട് സ്കൈഡാൻസ് വാങ്ങുന്നതിന് മുമ്പുള്ള ഓസ്കർ നിശയിൽ തിളങ്ങിയതിന്റെ സന്തോഷമുണ്ടാവും വാർണർ ബ്രദേഴ്സിന്. പ്രത്യേകിച്ചും ട്രംപിന് ഏറെ അടുപ്പമുള്ള ഒരു കമ്പനി വാങ്ങുന്നതിന് മുമ്പ് ഇത്രയും ഓസ്കറുകൾ അവർക്ക് നേടിക്കൊടുത്ത 2 ചിത്രങ്ങൾ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറും സിന്നേഴ്സും. രണ്ടും പ്രാദേശികവാദം, നുഴഞ്ഞുകയറ്റം, കുടിയേറ്റക്കാരോടുള്ള സമീപനം, അധിനിവേശം, ഇതൊക്കെ പറയാതെ പറഞ്ഞു പോകുന്ന സിനിമകളാണ് എന്നുള്ളതാണ് ആ അധിക സന്തോഷത്തിന് കാരണം. ഇന്നത്തെ ഓസ്കർ നിശയിൽ പല ആദ്യത്തെ കാര്യങ്ങളുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ പല ഫസ്റ്റുകൾ ഉണ്ടായിരുന്നു. പലർക്കും ആദ്യമായി ഓസ്കർ കിട്ടുന്നത് പോലെയല്ല ചില ഓസ്കറുകൾ. എന്തൊക്കെയാണ് ഇത്തവണത്തെ ഓസ്കറിനെ വേറിട്ട് നിർത്തുന്ന ആ ഫസ്റ്റുകൾ? നമുക്കൊന്ന് നോക്കാം. ഹോളിവുഡ് സിനിമകളുടെ ആരാധകർക്ക് പ്രിയപ്പെട്ട സംവിധായകനാണ് പോൾ തോമസ് ആൻഡേഴ്സൺ. മുമ്പ് 14 തവണ നോമിനേഷൻ കിട്ടിയിട്ടുള്ള ആൻഡേഴ്സന് ഇതാദ്യമായാണ് ഓസ്കർ കിട്ടുന്നത്. അതും കിട്ടാതെ കിട്ടിയപ്പോൾ 3 ഓസ്കർ ഒറ്റയടിക്ക്. സംവിധാന മികവിനും അവലംബിത തിരക്കഥയ്ക്കും പുറമെ മികച്ച സിനിമയ്ക്കുമുള്ള ഓസ്കർ. ഒരു ഐറിഷ് നടി ഇതാദ്യമായി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതും ഇക്കുറി. ജെസ്സി ബക്ലി ഹാംനെറ്റിന്റെ അഭിനയത്തിലൂടെ. അത് ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ചിരുന്നതുമായിരുന്നു. അതുപോലെ ഇതാദ്യമായി ഒരു നോർവീജിയൻ ചിത്രത്തിന് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം കിട്ടി. സെന്റിമെന്റൽ വാല്യൂ കുറെ കൂടി പുരസ്കാരം നേടുമെന്നാണ് കരുതിയിരുന്നത്. എങ്കിലും ഈ ചരിത്ര പെരുമ സിനിമയുടെ അണിയറക്കാർക്ക് ആശ്വാസവും സന്തോഷവുമായി. കെ-പോപ്പ് ഡീമൺ ഹണ്ടേഴ്സ് ലോകമെമ്പാടും ഹിറ്റായിരുന്നു. ഇപ്പോഴിതാ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള ഓസ്കറും, ഒപ്പം അതിലെ ഗോൾഡൻ മികച്ച പാട്ടുമായി. അങ്ങനെ ഒരു നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ കൊറിയൻ ഗാനം. ഇക്കുറി ഇതാദ്യമായാണ് കാസ്റ്റിംഗ് ഒരു വിഭാഗമായി ഓസ്കർ അക്കാദമി ഉൾപ്പെടുത്തിയത്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിലൂടെ കസാൻഡ്ര കുലുക്കുൻഡിസ് ആ പുരസ്കാരം നേടി. കസാൻഡ്രയുടെ പുരസ്കാര നേട്ടം ഓസ്കാർ ചരിത്ര പുസ്തകത്തിലും എത്തി. ക്യാമറയ്ക്ക് പിന്നിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ അംഗീകരിക്കാൻ ഓസ്കാർ അക്കാദമിക്കുള്ള മടി കുപ്രസിദ്ധമാണ്. 98 വർഷം പഴക്കമുള്ള ഓസ്കാർ അവാർഡ് ചരിത്രത്തിൽ സ്ത്രീകളുടെ പേര് ഈ വിഭാഗങ്ങളിൽ കാണുക വളരെ അപൂർവമായാണ്. ഇപ്പോഴതാ ഈ നീണ്ട ചരിത്രത്തിൽ ഇതാദ്യമായി ക്യാമറ ചലിപ്പിച്ച ഒരു സ്ത്രീക്ക് ഓസ്കർ അക്കാദമി അവാർഡ് കൊടുത്തിരിക്കുന്നു. ഓട്ടം ഡ്യൂറൽ അറക്പോ ആണ് ആ നേട്ടം സ്വന്തമാക്കിയ ക്യാമറ വുമൺ. 75-കാരിയായ ഏമി മാഡിഗൻ ഇതാദ്യമായി ഓസ്കർ സ്വന്തമാക്കി, മികച്ച സഹനടിക്കുള്ളത്. ആദ്യം ഏമിക്ക് ഒരു നോമിനേഷൻ കിട്ടുന്നത് 40 വർഷം മുമ്പായിരുന്നു. ഇപ്പോൾ 40 വർഷങ്ങൾക്കിപ്പുറം 2ാം നോമിനേഷനിൽ ഏമിക്ക് ഓസ്കർ. ഇക്കുറി മികച്ച നടനാകാനായിരുന്നു ഏറ്റവും കടുപ്പമേറിയ മത്സരം. ഒടുവിൽ ലിയനാർഡോ ഡി കാപ്രിയോയെയും തിമോത്തി ഷൽമയെയും മറികടന്ന മൈക്കൽ പി ജോർഡൻ ആ പുരസ്കാരം സ്വന്തമാക്കി. അതിനൊപ്പം ഗൂഗിളിൽ തിരക്കഥയ്ക്ക് നേടിയ പുരസ്കാരം കൂടിയാണ് സിന്നേഴ്സിന് കിട്ടിയത്. ആകെ 4 അവാർഡുകൾ. 16 നോമിനേഷനുകളുമായി ചരിത്രം കുറിച്ചെത്തിയതായിരുന്നു സിന്നേഴ്സ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിന് 6 ഓസ്കറുകളുണ്ട്. ഓസ്കർ ജേതാക്കൾ പറഞ്ഞു പോകാത്തത് കുറെ പേരുണ്ട്. എല്ലാവരും അവരുടെ മികവിന് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളൊന്നും ഇക്കുറി ഓസ്കർ വേദിയിൽ കേട്ടില്ല. ഒന്നൊഴിച്ച് ഹാവിയർ ബാഡം നമ്മുടെ സ്വന്തം പ്രിയങ്ക ചോപ്രയ്ക്കൊപ്പം എത്തിയാണ് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചത്. യുദ്ധത്തിനെതിരെ അദ്ദേഹം പറഞ്ഞു. പാലസ്തീനു വേണ്ടി അദ്ദേഹം സംസാരിച്ചു. പൊതുവെ നിലപാടുകൾ തുറന്നു പറയുന്ന താരങ്ങളെ കുറച്ചുകൂടി കാണാറുണ്ട് ഓസ്കറിൽ. പക്ഷെ ഇക്കുറി മറ്റൊന്നുണ്ട്. ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ കിട്ടിയ ഏറ്റവും വലിയ മത്സരം കാഴ്ചവെച്ച സിനിമകളെല്ലാം വിനോദ ഉപാധിയുടെ എല്ലാ പരിമിതിക്കകത്തും നിന്ന് രസിപ്പിച്ചുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയം പറഞ്ഞ സിനിമകളുമാണ് എന്നുള്ളതാണ് ഓസ്കറിനെ ഇക്കുറി വേറിട്ട് നിർത്തുന്നത്.